സമയം നമ്മൾ അതിനെ അളക്കുന്നു, ലാഭിക്കാൻ ശ്രമിക്കുന്നു, നഷ്ടപ്പെടുമ്പോൾ ഒരുപാട് വിഷമിക്കുന്നു. പക്ഷേ എന്താണ് ഈ സമയം? ശരിക്കും എന്താണിത്? ഇന്ന് നമ്മൾ ഒരുമിച്ച് കാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു ചിന്തയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇതൊരു വിശകലനം എന്നതിലുപരി ഒരു ധ്യാനം പോലെ നമുക്കിതിനെ സമീപിക്കാം. ഒരു നിമിഷം ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളിപ്പോൾ ഈ നിമിഷം യഥാർത്ഥത്തിൽ എവിടെയാണ് ജീവിക്കുന്നത്? കഴിഞ്ഞുപോയ ഇന്നലകളിലാണോ, അതോ വരാനിരിക്കുന്ന നാളകളിലോ, അതല്ലെങ്കിൽ ഈ കാണുന്ന ഒരൊറ്റ നിമിഷത്തിലാണോ? ചോദ്യം വളരെ ലളിതമാണെന്ന് തോന്നാം, അല്ലേ? പക്ഷേ ഇതിന്റെ ഉത്തരം അത്ര ലളിതമൊന്നുമല്ല. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി നമ്മളെ സഹായിക്കുന്ന ഒരു പുരാതന ജ്ഞാനമുണ്ട്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് യാഥാർത്ഥ്യമെന്ന് കരുതുന്ന ഭൂതകാലവും ഭാവികാലവും ഒരു പക്ഷേ വെറും സ്വപ്നവും ഭാവനയും മാത്രമായിരിക്കാമെന്നാണ്. അതെ, കേൾക്കുമ്പോൾ കുറച്ച് അതിശയം തോന്നാം, പക്ഷെ നമുക്കിതൊന്ന് ശരിക്കു പരിശോധിക്കാം. ഈ ഒരാശയം നമ്മുടെ ചിന്തകളെയെല്ലാം തലകീഴായി മറിക്കുന്ന ഒന്നാണ്. അതനുസരിച്ച് കഴിഞ്ഞുപോയ കാര്യങ്ങൾ, അതായത് ഭൂതകാലമെന്നത് മാഞ്ഞുപോയ ഒരു സ്വപ്നം മാത്രമാണ്. അതേസമയം ഭാവികാലമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നാം മെനഞ്ഞെടുക്കുന്ന ഒരു ഭാവനയും. ശരി, അപ്പോൾ നമുക്ക് ഈ രണ്ട് ആശയങ്ങളെയും കുറച്ചുകൂടി അടുത്തൊന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഭൂതകാലത്തിന്റെ കാര്യം തന്നെ എടുക്കാം. എന്തുകൊണ്ടാണ് അതിനെ ഒരു സ്വപ്നത്തോട് ഉപമിക്കുന്നത്? അതിന്റെ കാരണം വളരെ ലളിതമാണ്. നമ്മുടെ ആധാരഗ്രന്ഥം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഭൂതകാലം ഇനി ഒരിക്കലും തിരികെ വരാൻ പോകുന്നില്ല എന്ന്. അത് പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു, തിരിച്ചുവരാൻ പറ്റാത്ത രീതിയിൽ തന്നെ. അതൊരു സ്വപ്നം പോലെ മാഞ്ഞുപോയി. ഈ ഒരൊറ്റ വാചകത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടൊരു സ്വപ്നത്തെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. ആ സമയത്ത് അത് എത്രമാത്രം യാഥാർത്ഥ്യമായി തോന്നി, അല്ലേ? പക്ഷേ ഉണർന്നു കഴിഞ്ഞപ്പോൾ അതെവിടെ പോയി? അതുപോലെയാണ് ഭൂതകാലവും. നമ്മുടെ ഓർമ്മയിലല്ലാതെ മറ്റൊരിടത്തും അതിനിപ്പോഴൊരു നിലനിൽപ്പുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം. ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകളോ, ആ നല്ല നിമിഷങ്ങളും ചിലപ്പോൾ നമ്മളെ വേദനിപ്പിച്ച അനുഭവങ്ങളും, അതെല്ലാം എവിടെയാണ് സംഭവിക്കുന്നത്? ഉത്തരം ഒന്നേയുള്ളൂ. അവയെല്ലാം സംഭവിക്കുന്നത് പണ്ട്, ആ ഭൂതകാലത്തിലല്ല, മറിച്ച് ഇവിടെയാണ്, ഈ നിമിഷത്തിലാണ്, നിങ്ങളുടെ മനസ്സിൽ. ശരി, അപ്പോൾ ഭൂതകാലത്തിന്റെ കാര്യം മനസ്സിലായി. ഇനി നമുക്ക് ഈ വിശകലനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇതേ കാഴ്ചപ്പാടിലൂടെ ഭാവിയെ ഒന്ന് നോക്കിക്കാണാം, അല്ലേ? ഇതേ യുക്തി ഉപയോഗിച്ച് നമുക്ക് ഭാവിയെയും സമീപിക്കാൻ പറ്റും. നമ്മുടെ മൂലഗ്രന്ഥം ഭാവിയെ വിശേഷിപ്പിക്കുന്നത് കേവലം മാനസികമായ ഒരു ഭാവന എന്നാണ്. എന്താണതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. ഭാവി കേവലമൊരു മാനസിക ഭാവനയാണ്. ഇതൊന്ന് ആഴത്തിൽ ആലോചിച്ചു നോക്കൂ. നാളെ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നൂറുകണക്കിന് ചിന്തകളുണ്ടാകാം. പക്ഷേ ആ ചിന്തകളെല്ലാം എവിടെയാണ് നടക്കുന്നത്? നിങ്ങളുടെ മനസ്സിൽ, അതും ഈ നിമിഷത്തിൽ. അതിനപ്പുറം നാളെ എന്നൊന്നു ഇപ്പോൾ നിലവിലുണ്ടോ? അതായത് ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ടെൻഷനും നിങ്ങളുടെ സ്വപ്നങ്ങളും പ്ലാനുകളും, അതെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നത് ഭാവിയിലല്ല, ഈ നിമിഷത്തിലാണ്. എന്നുവെച്ചാൽ ഭാവി എന്നത് വർത്തമാനകാലത്ത് നടക്കുന്ന ഒരു ചിന്താപ്രക്രിയ മാത്രമായി മാറുന്നു. അപ്പോൾ ഭൂതകാലമെന്നത് ഒരു സ്വപ്നവും ഭാവി എന്നത് ഒരു ഭാവനയുമാണെങ്കിൽ പിന്നെന്താണ് യഥാർത്ഥത്തിലുള്ളത്? എന്താണ് സത്യം? നിശബ്ദതയില്ലേ? ഒരേ ഒരു യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ. അത് മുറിഞ്ഞുപോകാത്ത, എപ്പോഴും നിലനിൽക്കുന്ന വർത്തമാനകാലമാണ്. ഭൂതമോ ഭാവിയോ അല്ല, ഈ നിമിഷം. ഇത് മാത്രമാണ് സത്യം, എവിടെയും എപ്പോഴും. ഈ ഒരു ആശയത്തിന് ആഴത്തിലുള്ള ഒരു ആത്മീയ തലം കൂടിയുണ്ട്. ജ്ഞാനികൾ ഈ മുറിഞ്ഞുപോകാത്ത വർത്തമാനകാലത്തെ ആത്മസന്നിധാനം എന്ന് വിളിക്കുന്നു. അതായത് ആത്മാവിന്റെ സാന്നിധ്യം. ഭൂതത്തെക്കുറിച്ചുള്ള കുറ്റബോധമോ ഭാവിയെക്കുറിച്ചുള്ള ടെൻഷനോ ഇല്ലാതെ എപ്പോഴാണോ നമ്മൾ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുന്നത്, അപ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ സത്തയെ അനുഭവിക്കാൻ തുടങ്ങും. ഈ ഒരു സത്യം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പലരും തിരിച്ചറിഞ്ഞിരുന്നു. തമിഴ്നാട്ടിലെ പ്രശസ്തനായ ജ്ഞാനകവിയായ പട്ടിനത്താർ തന്റെ വരികളിൽ ഇതേ ആശയം വളരെ മനോഹരമായി കുറിച്ചുവച്ചിട്ടുണ്ട്. അദ്ദേഹം പാടുവാണ്, അന്നുമുതൽ ഇന്നുവരെ എപ്പോഴും നിലനിന്നിരുന്ന നിർമ്മലനെ കാണുക. ഇതിലൂടെ അദ്ദേഹം പറയുന്നത് കാലത്തിനതീതമായി ഒരു മാറ്റവുമില്ലാതെ എപ്പോഴും നിലനിൽക്കുന്ന ഒരു സത്യത്തെക്കുറിച്ചാണ്. ആ സത്യം വേറൊന്നുമല്ല, ഈ വർത്തമാന നിമിഷം തന്നെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളിന്ന് മനസ്സിലാക്കിയത് ഇതാണ്: ഭൂതകാലം എന്നത് നമ്മുടെ ഇന്നത്തെ ഓർമ്മകളാണ്, ഭാവികാലം നമ്മുടെ ഇന്നത്തെ ഭാവനയും. ഇവ രണ്ടിനുമിടയിൽ ഒരേ ഒരു സത്യമേ ഉള്ളൂ, ഈ നിമിഷം. ആ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സമാധാനം അഥവാ ആത്മസാന്നിധ്യം കണ്ടെത്തുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എങ്ങനെ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കാൻ സാധിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പുറത്തെവിടെയുമല്ല, അത് നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഉള്ളിലാണ് കണ്ടെത്തേണ്ടത്. ഒന്നാലോചിച്ചു നോക്കൂ.